വെൽക്കം ബാക്ക് ടു NX7. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കണ്ണൂർ ചക്കരക്കരയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്തത്. ഇതിൽ 8 തരത്തിലുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണുള്ളത്. അതിൽ ഓരോന്നൊക്കെ ഈ 2 എണ്ണം വെച്ച് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തീരെ ഇല്ലാത്ത പ്ലാന്റ്സാണ് ഞാൻ നോക്കി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ എൻജോയ് പോത്തോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു മണി പ്ലാന്റിനെ അപേക്ഷിച്ച് ചെറിയ ഇലകളാണിത്. വേരിഗേറ്റഡ് ലീവ്സ് ആണ്. എന്ന് വെച്ചാൽ വൈറ്റ് കളറോട് കൂടി ഇതിൻ്റെ ഇലയിൽ ഉണ്ട്. അതാണ് ഈ ചെടിക്ക് ഇത്രയധികം ഭംഗി കൂട്ടുന്നത്. മറ്റ് മണി പ്ലാന്റ് പോലെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും ഈ മണി പ്ലാന്റ് നടാവുന്നതാണ്. ഞാനിതിപ്പോൾ ഹാങ്ങിങ് ആയിട്ടാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഫ്ലവർ ഏകദേശം നമ്മുടെ ലിപ്സ്റ്റിക് ട്യൂബിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. അതാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയാൻ കാരണം. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും. ഇതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. നല്ല കട്ടിയുള്ള ഇലകളാണ് ഇതിൻ്റെത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് തന്നെ വളർത്താം. അടുത്തത് നമ്മുടെ ഗോൾഡൻ എറേലിയ പ്ലാന്റ് ആണ്. ഇത് ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2 പീസാണ് വാങ്ങിയിട്ടുള്ളത്. 2 ടൈപ്പ് അരേലിയാണ് ഉള്ളത്. ഒന്ന് ഈ കാണുന്ന ഗോൾഡൻ അരേലിയും പിന്നെ ഗ്രീൻ അരേലിയും. ഇത് നല്ല ബുഷി ബോൾ ടൈപ്പ് പോലെയാണ് വളരുന്നത്. ഇത് നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്ത് ഔട്ട്ഡോറിന് വെക്കാം. അടുത്തത് സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ 2 ചെറിയ തൈയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സിങ്കോണിയ ഇവിടെ ഉണ്ട്, എന്നാലും 2 കൂടി ഒന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ അവർ നട്ടിട്ടുള്ളത് കൊക്കോപീറ്റിൽ മാത്രമാണ്. കൊക്കോപീറ്റ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതും നല്ലൊരു ഹെൽത്തി ആയ ഒരു പ്ലാന്റ് തന്നെയാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് സിങ്കോണിയം. ഞാനിതിപ്പോൾ ചട്ടിയിലാണ് ഇപ്പോൾ നടാൻ പോകുന്നത്. ഇത് ടേർട്ടിൽ വൈൻ്റെ വേറൊരു വെറൈറ്റിയാണ്, പിങ്ക് ലേഡി ടേർട്ടിൽ വൈൻ. ഇതിൻ്റെ ഇലയുടെ താഴെ നല്ല പിങ്ക് കളറാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് ലേഡി ടേർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു തൈ തന്നെയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ്. ബൊളീവിയൻ ജ്യൂ ക്രീപ്പിംഗ് അഥവാ ക്രീപ്പ് പ്ലാന്റ് എന്നും ഇതിന് പേരുണ്ട്. അടുത്തത് നമ്മുടെ പോൾക്ക ഡോട്ട് പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2 വെറൈറ്റിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല ബുഷി ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. ഇതും നല്ലൊരു ഹെൽത്തി ആയൊരു പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല തിക്നെസ്സോടുകൂടി നല്ല ബുഷി ആയിട്ട് തന്നെ ഈ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ കളർ. മറ്റേതിനെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ തൈയാണ്, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. ഞാനിതിപ്പോൾ ഔട്ട്ഡോർ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ വാൻഡറിങ് ജ്യൂ പ്ലാന്റ് ആണ്. ഒരു ബെസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറൊരു ഷെയ്ഡാണുള്ളത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം. ഇതിപ്പോൾ അവർ കൊക്കോപീറ്റിലും മണ്ണും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഇത് ഉള്ളത്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് തന്നെ വളർത്താം.
അടുത്ത വെറൈറ്റി നമ്മുടെ ഡ്രസീനിയാണ്. ഡ്രസീനിയിലെ ഗോൾഡൻ മിൽക്കി വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഔട്ട്ഡോർ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ചട്ടിയിൽ നമുക്കിത് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ലീഫിൽ യെല്ലോ കളർ ഡോട്ട്സ് ആണുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട്. പുതിയ പുതിയ തൈകൾ ഇതിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക.